ഐഷ പോറ്റിക്കെതിരെ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി. ഐഷ പോറ്റിയുടെ നിലപാട് അവസരവാദപരമെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ പരാമർശം. ഐഷ പോറ്റിക്ക് കോൺഗ്രസിൽ പോകേണ്ട സാഹചര്യമില്ല എന്നും CPM ജില്ലാ കമ്മിറ്റി. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം മൂന്ന് പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു ബന്ധമാണ്, ഒരു അഭേദ്യമായ ബന്ധമാണ് ഐഷ പോറ്റി മുറിച്ചിരിക്കുന്നത്. അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് ഐഷ പോറ്റി അടിവരയിട്ട് പറയുന്നു. എണ്ണിയാണ് പറയുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസിൽ ഐഷ പോറ്റി പോയി? എന്തുകൊണ്ടാണ് CPM നിന്നും ഐഷ പോറ്റി ഈ 3 പതിറ്റാണ്ട് നീണ്ട ബന്ധത്തിൽ നിന്നും പിന്മാറിയത്? ഒപ്പം ഈ CPM നേതാക്കൾ അല്ലെങ്കിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയപരമായ വിലയിരുത്തൽ എന്താണ് ഐഷ പോറ്റിയുടെ ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു നടപടിക്ക് പിന്നിൽ? അശ്വതി, ഐഷ പോറ്റിയുടെ നിലപാട് ഇപ്പോൾ അവസരവാദപരമാണെന്നാണ് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി പറയുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ ഈ ജില്ലാ കമ്മിറ്റി പല തീരുമാനങ്ങളും എടുത്തിരുന്നു. അതായത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലടക്കം ഈ ഐഷ പോറ്റിയുടെ പേര് വലിയ ചർച്ചയായിരുന്നു. ഐഷ പോറ്റി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് ശാരീരിക അസ്വസ്ഥത അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇത്രയും അധികം കാലം ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. ഇത് കനത്ത തിരിച്ചടിയായി തന്നെയാണ് CPM-നെ, അതായത് പൊതുവെ CPM-ന്റെ ഇത്തരത്തിലുള്ള സമന്വയരായിട്ടുള്ള നേതാക്കൾ അല്ലെങ്കിൽ MLA ആയിരുന്ന ആൾ ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്. അത് കൊല്ലം പോലെ ഒരു ജില്ലയിൽ അത് CPM-നേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഇതിനു പിന്നാലെ പാർട്ടി ഐഷ പോറ്റിയെ തള്ളിയിരിക്കുകയാണ്. പാർട്ടിയാണ് ഐഷ പോറ്റിയെ MLA ആക്കിയതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിയിൽ സജീവമല്ലാതായി എന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത്. അധികാരമില്ലാത്തപ്പോൾ ഒഴിഞ്ഞു മാറുന്നത് ഈ പാർട്ടി പ്രവർത്തകർക്ക് ചേർന്നതല്ലെന്നും ഏത് സാഹചര്യത്തിലാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയതെന്നും മനസ്സിലാകുന്നില്ല എന്നുമൊക്കെയാണ് ഇത്തരത്തിലുള്ള CPM ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഐഷ പോറ്റി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് തിരുവനന്തപുരത്തെത്തി കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച പന്തലിലേക്കെത്തി അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോടക്കം ഈ കാര്യം ചർച്ച ചെയ്തതാണ്. എന്തായാലും ഐഷ പോറ്റിയുടെ ഈ കോൺഗ്രസിലേക്കുള്ള പോക്ക് അത് CPM-നെ പിടിച്ചുലച്ചു എന്നുള്ളതിൽ മറ്റൊന്നുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കൊല്ലം പോലൊരു ജില്ലയിൽ ഇത്രയധികം സമന്വിതരായിട്ടുള്ള നേതാക്കളടക്കം പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് മനോജ്. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ജനുവരി 13 ആ വാർത്ത എത്തിയത്. ഐഷ പോറ്റിക്കെതിരെ എന്നാലും CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഐഷ പോറ്റിയുടെ നിലപാട് അവസരവാദപരമെന്നാണ് CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. മനോജാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.